ഹായ് എവരിവൺ, പലതരം ചേരുവയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള മുട്ടക്കറി റെഡിയാക്കാം കേട്ടോ. ഒരു കുഞ്ഞു സവാള മതി. തേങ്ങ വറുത്തരച്ചാണ് നമ്മൾ വെക്കുന്നത്. പത്തിരി, പുട്ട്, ഇടിയപ്പം, ചപ്പാത്തി, പൊറോട്ട എല്ലാത്തിനും പറ്റിയൊരു മുട്ടക്കറി കേട്ടോ. വളരെ എളുപ്പം നമുക്ക് തയ്യാറാക്കാം. അപ്പൊ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പൊ മുട്ടക്കറി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു സവാള കേട്ടോ. ഒരു കുഞ്ഞു സവാള മതി. ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കാം. ഈ ഒരു റെസിപ്പി ഞാൻ ചെയ്യുന്നത് ഇത്തിരി തിരക്കിലാട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോക്ക് വേണ്ടിയിട്ട് ഭംഗിയൊന്നും നോക്കി ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഇനി ഒരു പാൻ അടുപ്പത്ത് വെക്കുക. ചൂടായ ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ ഞാൻ ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇനി ഒരു അര കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തോരം ഗ്രേവി വേണോ അതനുസരിച്ച് തേങ്ങയുടെ അളവിലൊക്കെ വ്യത്യാസം വരുത്താട്ടോ. തേങ്ങ ഇട്ടെടുത്തതിന്റെ ഒപ്പം തന്നെ 1 ഇഞ്ച് പട്ട, 3 വറ്റൽമുളക്, 3 കറിയാമ്പ് 2 അല്ലെങ്കിൽ 3 മതി കേട്ടോ, കൂടുതൽ ആവരുത്. ഒരു ഏലക്ക, അര ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ടെടുക്കാം കേട്ടോ. നല്ല ജീരകമല്ല, പെരിഞ്ജീരകം കേട്ടോ. ആദ്യത്തെ കുറച്ച് സമയം ഹൈ ഫ്ലെയിമിലിട്ട് വയറ്റാട്ടോ. തേങ്ങയൊക്കെ ഒന്ന് വാടി കളർ മാറി തുടങ്ങണ വരെ ഹൈ ഫ്ലെയിമിലിട്ട് വയറ്റുക. അതിനുശേഷം മീഡിയം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷം നല്ലൊരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്ക് വയറ്റിയെടുക്കണം. അതിന്റെ ഇടയിൽ ഞാൻ കറിവേപ്പിലയും കൂടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരിതിള കറിവേപ്പിലയും കൂടി ഇട്ടെടുക്കുക. ഇപ്പൊ ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ടെടുക്കാം. തേങ്ങ കരിയെ പുകയൊന്നും ചെയ്യരുത് കേട്ടോ. അപ്പൊ നമ്മുടെ കറിയുടെ ടേസ്റ്റും പോവും, കളറും മാറിപ്പോവും കേട്ടോ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇട്ടെടുത്തിട്ടുള്ളത്. പിന്നെ ഇട്ടെടുത്തിട്ടുള്ളത് അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. എല്ലാവരും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പൊടികളൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി വയന്ന് വരട്ടെ. എല്ലാവരും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ചൂടാറിയ ശേഷം ഇനി നമുക്ക് മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. ആദ്യം തന്നെ മിക്സിയുടെ ജാറിൽ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഫൈനായിട്ട് അരച്ചെടുക്കുക. സെയിം പാനിലേക്ക് തന്നെ വീണ്ടും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളക് ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട്. ഒരിതുള്ള കറിവേപ്പിലയും കൂടി ഇട്ടെടുക്കാം. പച്ചമുളകിന്റെ അളവ് നിങ്ങളുടെ എരിവനുസരിച്ച് കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങളുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ഇട്ടെടുത്താൽ മതി. ഇത് സവാള ഗോൾഡൻ ബ്രൗൺ കളർ ആവാനൊന്നും നിൽക്കണ്ട കേട്ടോ. ജസ്റ്റ് നന്നായിട്ടൊന്ന് കുക്കായി ട്രാൻസ്പെറന്റ് ആയി വന്നാൽ മതി. കണ്ടില്ലേ, ഇപ്പൊ ഇതായിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരു കുഞ്ഞു തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. ഇത്തിരി വലിയ തക്കാളിക്ക് എന്നുണ്ടെങ്കിൽ പകുതി തക്കാളി ഇട്ടെടുത്താൽ മതി. ഇവിടെ കുറച്ച് തക്കാളി ചമ്മന്തി അരച്ചത് ബാക്കിയിരിപ്പുണ്ടായിരുന്നു. നോമ്പൊക്കെ ആയിട്ട് ഇനി അവിടെ ഇരുന്നാൽ പോവുള്ളൂ, ആരും കൂട്ടില്ല. ഈ മുട്ടക്കറിയിൽ ചേർന്ന സാധനങ്ങൾ അതിലുള്ളൂല്ലോ, ഒരുപാട് എരിവൊന്നുമില്ല. അതുകൊണ്ട് ഞാനത് തക്കാളിക്ക് പകരം അതിലേക്ക് ചേർത്തതാണ്. തക്കാളി നന്നായിട്ടൊന്ന് വാടിയ ശേഷം അരപ്പിട്ട് കൊടുക്കുക. എന്റെ തക്കാളിക്ക് വാടാനൊന്നും ഉണ്ടായിരുന്നില്ല, കുക്കായ തക്കാളിയാണല്ലോ. അപ്പൊ ഞാൻ നേരെ അരപ്പ് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ബോയിൽ ചെയ്ത വെള്ളമൊന്നുമല്ല. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തിളച്ചുവെള്ളം ഒഴിച്ചെടുക്കാം, പച്ചവെള്ളം ഒഴിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഗ്രേവി ഇത്തിരി ലൂസായിട്ട് നിൽക്കണം കേട്ടോ. എന്നാലാണ് കുറച്ച് സമയം കഴിയുമ്പോൾ ഇത്തിരി തിക്കായി വരും. അതനുസരിച്ച് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. നന്നായിട്ട് തിളച്ച ശേഷം മുട്ട പുഴുങ്ങി വെച്ചത് ഇട്ടെടുക്കാം കേട്ടോ. ഞാനിവിടെ 4 മുട്ടയാണ് ഇട്ടെടുക്കുന്നത്. 6 മുട്ടയ്ക്ക് വരെയുള്ള ഗ്രേവി ഇതിനുണ്ട് കേട്ടോ. ഫോർക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് കുത്തിയിട്ടെടുക്കാന്നുണ്ടെങ്കിൽ മുട്ടയുടെ ഉള്ളിലേക്ക് മസാലയൊക്കെ വരും കേട്ടോ. ഒക്കെ ഇട്ടെടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഫൈനലായിട്ട് നമുക്ക് ഒരു സാധനം കൂടി ചേരാനുണ്ട് കേട്ടോ. കുരുമുളക് പൊടിയാണ്. ലാസ്റ്റ് ആ കുരുമുളക് പൊടി ചേരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ. എല്ലാവരും കുരുമുളക് പൊടി തീർച്ചയായിട്ടും ചേർക്കുക. നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഗ്രേവി പാകമായി കഴിയുമ്പോൾ ഓഫ് ചെയ്യാം കേട്ടോ. തേങ്ങ അരച്ച് ചേർത്തേക്കണ കാരണം ഇച്ചിരി കഴിയുമ്പോൾ ഇത് തിക്കായിട്ട് വരും. അതുകൊണ്ട് ഇത്തിരി ലൂസായിരിക്കെ തന്നെ ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ. ഈ ഒരു സമയത്ത് ഓഫ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ഇത്തിരി കഴിയുമ്പോൾ നോക്കിക്കോട്ടോ. നല്ല തിക്കായിട്ടുള്ള നമ്മുടെ മുട്ട ഗ്രേവി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ആവശ്യത്തിന് എരിവും ഒക്കെ ഉണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ. ഇപ്പൊ നോമ്പൊക്കെ ആയിട്ട് കടിക്കൊക്കെ പറ്റിയ നല്ലൊരു ഗ്രേവിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. ലൈക്ക് ചെയ്യാൻ എല്ലാവരും മറന്നു പോകണ്ട കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യുക. ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓൺ ആക്കിയിടാം. താങ്ക് യു.